വിശദമായി നോക്കാം ഓരോ വാർത്തകളും. ഇഡി കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ വീട്ടിലെ റെയ്ഡിൽ നിർണായക രേഖകൾ കണ്ടെത്തി വിജിലൻസ്. ഇഡി സമൻസ് നൽകി വിളിപ്പിച്ച 30-ലേറെ പേരുടെ വിവരങ്ങൾ രഞ്ജിത്തിന്റെ ഡയറിയിലുണ്ട്. കൈക്കൂലി ആവശ്യപ്പെടാനായി തയ്യാറാക്കി വെച്ച പട്ടികയാണിതെന്ന് വിജിലൻസ് നിഗമനം. ഇഡി ഓഫീസിൽ സൂക്ഷിക്കേണ്ട നിർണായക രേഖകളും രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആജ്ഞ, ഒരു ഇഡി ഉദ്യോഗസ്ഥൻ തന്നെ പ്രതിയായി വരുന്ന ഒരു വലിയ തട്ടിപ്പ് നടത്തിയ കേരളം വളരെ ഞെട്ടലോടെ കേട്ട ഒരു കേസാണ്. അതിൽ കൂടുതൽ പേരുടെ പേരുകൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രഞ്ജിത്ത് വാര്യരുടെ ഇടപെടൽ ഈ കേസിൽ, ഈ വിഷയത്തിൽ, ഈ തട്ടിപ്പിൽ അതെങ്ങനെയായിരുന്നു? ആജ്ഞ രവീന്ദ്രനിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങളാണ് ഇഡി കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ റെയ്ഡ് നടന്നിരുന്നു. ഈ റെയ്ഡിൽ നിർണായകമായ ചില രേഖകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇഡി സമൻസ് നൽകി വിളിപ്പിച്ച 30-ലേറെ പേരുടെ വിവരങ്ങൾ രഞ്ജിത്തിന്റെ ഡയറിയിലുണ്ട് എന്നുള്ളതാണ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കൈക്കൂലി ആവശ്യപ്പെടാനായി തയ്യാറാക്കി വെച്ച പട്ടികയാണെന്നാണ് ഈ വിജിലൻസിന്റെ പ്രാഥമിക നിഗമനം. ഇഡി ഓഫീസിൽ സൂക്ഷിക്കേണ്ട നിർണായക രേഖകളും രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ രഞ്ജിത്തിന്റെ സ്ഥാനം, പങ്ക് ഈ കേസിൽ എങ്ങനെയാണ്? രഞ്ജിത്തിന്റെ പങ്ക് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതാണ്. കാരണം ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള നിലയിൽ രഞ്ജിത്തിന് ഇത് ഏതൊക്കെ തരത്തിലാണ് പണം ചെലവഴിക്കാൻ കഴിയുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഇവർ ഉപയോഗിച്ചു വന്നിരുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. മാത്രമല്ല ഈ 1 കോടി രൂപയ്ക്ക്, അതായത് 10% ആണ് ഒരു കോഴ എത്രയാണെന്ന് വെച്ചാൽ അതിന്റെ 10% ഓരോ ഏജന്റുമാർക്കും ഈ രഞ്ജിത്തിനും ഉൾപ്പെടെ കിട്ടിയിരുന്നത്. അതായത് 1 കോടി രൂപയ്ക്ക് 10 ലക്ഷം രൂപ എന്ന കണക്കിലാണ് ഇവരുടെ ഷെയർ വാങ്ങിച്ചിരുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ രഞ്ജിത്തിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്തതിനു ശേഷം കോടതിയിൽ നിന്ന് ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുമുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ സമയത്താണ് വിജിലൻസ് രഞ്ജിത്തിന്റെ വീടും ഓഫീസും കൂടിയുള്ള വാര്യർ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ബിൽഡിംഗ് സെർച്ചിങ് നടത്തിയത്. ഈ വിജിലൻസിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് രഞ്ജിത്തിന്റെ കൈവശം നിന്ന് കുറച്ച് രേഖകൾ അടങ്ങിയ ഡയറി ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഡയറിയിൽ 30ഓളം പേരുടെ ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയെന്നാണ് ഈ വിജിലൻസ് ഭാഷയിൽ പറയുന്നത്. ഈ ഇഡി സമൻസ് അയച്ചിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് രഞ്ജിത്തിന്റെ ഡയറിയിൽ നിന്നും കണ്ടെത്താനായിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇഡിയുടെ പരിശോധന, അതായത് ഇഡിയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ ഇത്തരത്തിൽ ഒത്തുതീർപ്പിനായി അതല്ലെങ്കിൽ കൈക്കൂലി വാങ്ങി ഇവരെ ഭീഷണിപ്പെടുത്തി കോഴ വാങ്ങുന്ന ഒരു ഏർപ്പാടായിരുന്നു ഈ ടീം തുടർന്ന് വന്നിരുന്നത് നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം ആളുകളുടെ ലിസ്റ്റ് ശേഖരിച്ച് അവരെ ഓരോരുത്തരെ കണ്ടെത്തി ഭീഷണിപ്പെടുത്തി പണം കൈപ്പറ്റുന്ന രീതിയായിരുന്നു തുടർന്ന് വന്നിരുന്നത്. ഒരു പക്ഷേ ഈ പറയുന്ന, അതായത് ഈ ലിസ്റ്റിലുള്ള ആളുകളുടെ മുഴുവൻ ഡീറ്റെയിൽസിലേക്കും ഒരു പക്ഷേ വിജിലൻസിന് പോയേക്കാം. അവരോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എൻക്വയറി ഉണ്ടായേക്കാം. എന്തായാലും രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തുള്ള രേഖകളിൽ നിർണായകമാവുകയാണ് ഈ ഹിറ്റ് ലിസ്റ്റ് പോലെയുള്ള ഒരു 30 പേരുടെ പേരടങ്ങുന്ന ലിസ്റ്റ് രഞ്ജിത്ത് ഡയറിയിൽ തയ്യാറാക്കി വെച്ചിരുന്നു. അത് ഇഡിയുടെ കൈക്കൂലി കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിൽ അത് നീങ്ങുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇഡി ഓഫീസിൽ സൂക്ഷിക്കേണ്ട നിർണായക രേഖകളും രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അത് ഏത് തരത്തിലാണ് ഇഡി ഓഫീസിൽ ഒഫീഷ്യൽ രേഖകൾ രഞ്ജിത്തിന്റെ കൈവശം എത്തിയത് എന്നുള്ള കാര്യത്തിൽ വിജിലൻസ് പരിശോധന. അതെ, അത് വളരെ നിർണായകമായ കാര്യമാണല്ലോ ആജ്ഞ. ഈ ഇഡി ഓഫീസിൽ സൂക്ഷിക്കേണ്ട രേഖകൾ രഞ്ജിത്തിന്റെ ഓഫീസിൽ നിന്ന് കണ്ടെത്തി എന്ന് പറയുമ്പോൾ കൂടുതൽ ഇഡി ഉദ്യോഗസ്ഥർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നുള്ള സംശയം കൂടി ഉയരുന്ന സാഹചര്യം. ഇഡിയുടെ ആഭ്യന്തര അന്വേഷണവും ഈ വിഷയത്തിൽ പുരോഗമിക്കുകയല്ലേ? മാത്രമല്ല, ഈ രഞ്ജിത്തിന്റെ ഡയറിയിൽ കണ്ടെത്തിയ ഈ 30 പേര്, ആ ആളുകളിലേക്കും വിജിലൻസ് അന്വേഷണം വ്യാപിപ്പിക്കില്ലേ? അവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ ഇവർക്കെതിരെ ലഭിക്കാനുള്ള സാഹചര്യം കൂടിയില്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് വിജിലൻസ് നീക്കമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ 30 പേര് എന്നല്ല, 30-ലധികം പേരെന്നാണ് വ്യക്തമാകുന്നത്. ഇത്രയും ആളുകളുടെ ഇഡി സമൻസ് അയച്ചിട്ടുള്ള, വിവിധ കേസുകളിൽ ഇഡി സമൻസ് അയച്ചിട്ടുള്ള ആളുകളുടെ ലിസ്റ്റാണിത്. ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഇങ്ങനെ ഓരോരുത്തരെയും സമീപിച്ച ശേഷമാണ് ഏജന്റുമാരെ കൊണ്ട്
ഓരോരുത്തരെയും സമീപിച്ച ശേഷമാണ് ഈ കൈക്കൂലി അല്ലെങ്കിൽ കോട വാങ്ങുന്ന ഏർപ്പാടിലേക്ക് ഈ ടീം നീങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ കൊല്ലത്തെ വ്യവസായിയായിട്ടുള്ള അനീഷ് ബാബുവിന്റെ വെളിപ്പെടുത്തലിൽ നിന്നാണ് വിനോദ് കുമാർ എന്ന് പറയുന്ന ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കുള്ള തെളിവുകളും മൊഴികളും വരുന്നത് അങ്ങനെയാണ്, വെളിപ്പെടുത്തലുകൾ വരുന്നത് അങ്ങനെയാണ്. അനീഷ് ബാബു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്. തനിക്ക് അറിയാവുന്ന ചില ആളുകൾ കൂടി ഇത്തരത്തിൽ ഇഡിയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഭീഷണി നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രോക്കർ, ഈ ഏജന്റുമാർ സമീപിക്കുന്നത് ഇഡിയുടെ ഓഫീസുമായി ബന്ധമുള്ള ആളുകൾ അല്ലെങ്കിൽ തങ്ങൾക്ക് എങ്ങനെയാണ് ഇഡിയുടെ ഓഫീസിൽ ബന്ധമുള്ളത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള തെളിവ് തരാം എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഞങ്ങൾ പറഞ്ഞിട്ട് ഇഡിയിൽ നിന്നും സമൻസ് വരും, ഇന്ന ദിവസം സമൻസ് വരുമെന്ന് പറഞ്ഞിട്ട് സമൻസ് ഇവർ പറഞ്ഞ ദിവസം തന്നെ ഇഡി വീണ്ടും സമൻസ് അയപ്പിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയിരുന്നു. അതായത് ഇഡിയുടെ ഒരു ഒഫീഷ്യൽ രേഖ പോലും ഇത്തരത്തിൽ ഈ ഏജന്റുമാരെ ഉപയോഗിച്ച് ബാർഗെയിൻ ചെയ്ത ശേഷം ഇത്തരത്തിൽ ആളുകളെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഇഡിയുടെ ഉദ്യോഗസ്ഥന്മാർ അതോടെ മനസ്സിലാക്കുന്നതും വ്യക്തമാകുന്നതും ഇഡി ഇത്രകാലം അന്വേഷിച്ച കേസുകളിലെ സത്യസന്ധത, ഇഡി ഇത്രകാലം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, അതായത് ഇഡി എന്ന് പറയുമ്പോൾ സാമ്പത്തിക കുറ്റാന്വേഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അത്തരം കേസുകളിലേക്ക് മുന്നോട്ട് വയ്ക്കുന്ന വിശ്വാസ്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെ തകർന്നു തരിപ്പണമാകുന്ന ഒരു തരത്തിലേക്ക് മാറുകയാണ്. നേരത്തെ തന്നെ ഈ ശേഖർ കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെതിരെ ആരോപണമുണ്ട്. അദ്ദേഹം എഫ്ഐആറിലുണ്ട്. അദ്ദേഹം 1-ാം പ്രതിയാണ് കേസിലെ. അത് ഈ അനീഷ് ബാബുവിന്റെ മൊഴി അനുസരിച്ചിട്ടാണ് 1-ാം പ്രതിയായി അദ്ദേഹത്തെ കേസിൽ ചേർത്തിട്ടുള്ളത്. അതേസമയം ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ വ്യക്തമായ തെളിവില്ലാതെ അയാളെ അറസ്റ്റ് ചെയ്യുന്ന നീക്കം ഇല്ല എന്ന് തന്നെയാണ് വിജിലൻസ് പറഞ്ഞിട്ടുള്ളത്. തെളിവുകൾ വേണം, അതായത് പിന്നീട് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത്, കോടതിയിൽ പോകുമ്പോൾ ഇത് കേസ് ദുർബലമായി പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകരുതെന്ന് പഴുതടച്ച അന്വേഷണം തന്നെയാണ് വിജിലൻസിന്റെ ഭാഗത്തുണ്ടായത്. പക്ഷെ നിലവിലായ ഈ 2 ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കാനും അവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വിജിലൻസിന്റെ ഭാഗത്ത് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.